ഇതാണ് ആ ഒരു സ്പോട്ട് കണ്ടോ. അവിടെ നമുക്ക് ടെൻ്റ് അടിച്ച് രാത്രിയൊക്കെ നല്ലൊരു വൈബാക്കാൻ പറ്റും, ടെൻ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അങ്ങോട്ടുള്ളൊരു വ്യൂ, ഇതാണ് ആ ഒരു വ്യൂ എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് ലിയപ്പാ? അടിപൊളി വ്യൂ അല്ലേ? ഞാനും ലിയപ്പനും കൂടി ഒരു തന്ത്രം കണ്ടെത്തി. ഞാൻ ഈ കോലെ പിടിച്ച് വലിച്ചിട്ട് നടക്കുന്നു, ലിയപ്പനെൻ്റെ പുറകെ നടന്നു വരുന്നു. ഞാൻ വണ്ടിക്കാളയല്ല, അത് നീ ഓർക്കണം കേട്ടല്ലേ. അടിപൊളി വ്യൂ അല്ലേ? ഒരു പാരാഗ്ലൈഡിങ് ചെയ്തത് എവിടെയാണ് പോണോ? നീ പൊട്ടനാണാ? നീയാണ് പൊട്ടൻ. എന്നാ പറയാന്നോ. വലിയൊരു ടെന്റ് കണ്ടോ, പച്ച കളറില്. അടിപൊളി സ്ഥലത്താണല്ലോ ഒരു ടെന്റ് അടിച്ചേക്കണത്. നല്ല അടിപൊളി സ്പോട്ടായിട്ട് അല്ലേ? അയ്യോ, ഒരു ടെന്റ് അല്ല, 1-2 ടെന്റൊക്കെ ഉണ്ട്. ഇല്ലടാ, ഓ അവിടെ ഒരു ടെന്റ് ഉണ്ട്, അവിടെ ഒരു ടെന്റ് ഉണ്ടല്ലേ. ഹലോ നമസ്കാരം, റാണാണ്. എർത്തല ഫുഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി ഹൈക്കിങ്ങിന് പോകാം കേട്ടോ. വിക്കിലോ തന്നെയുള്ള ഒരു അടിപൊളി ഹൈക്കാണ്. കൂളാലങ്കോ വാട്ടർഫോളിൻ്റെ തൊട്ട് സൈഡിൽ നിന്ന് മുകളിലേക്ക് കയറി പോകുന്നൊരു ഹൈക്കായിട്ടോ അത്. അപ്പോൾ കൂളാലങ്കോ വാട്ടർഫോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഹൈക്ക് പോകാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടോ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തട്ടോ. അതുകൊണ്ട് തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇപ്പം ഞാൻ നിൽക്കുന്നത് ഡബ്ലിൽ തന്നെയുള്ള വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കയാക്കിംഗ് സെൻറ്റർ ഫ്രണ്ടിലാട്ടോ. കയാക്കിംഗ് കഴിഞ്ഞിട്ടാട്ടോ ഇപ്പം ഞങ്ങളോട് നിൽക്കുന്നത്. അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഷോർട്ട് വീഡിയോൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും കയാക്കിങ്ങിനൊക്കെ പോകാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യുക. ഞങ്ങൾ ഫസ്റ്റ് ടൈം ആയിരുന്നു. എൻ്റെ മകന് 13 വയസ്സാണ്, ലിയപ്പന് 13 വയസ്സാണ്. അവനും വളരെ ഈസി ആയിട്ട് വളരെ കൂളായിട്ടാണ് കയാക്കിങ് ചെയ്തത് കേട്ടോ. അപ്പോൾ യാതൊരു എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ കയാക്ക് എക്സ്പീരിയൻസ് എന്നും പറഞ്ഞിട്ടൊരു പാക്കേജ് ഉണ്ട് ഇവിടെ. അതിൻ്റെ റേറ്റ് വരുന്നത് €85 കേട്ടോ. അപ്പോൾ ഇവരുടെ വെബ്സൈറ്റിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നേരെ പോകുന്നത് വിക്കിലോയിലുള്ള ഞാൻ ആ പറഞ്ഞ കൂളാലങ്കോ വാട്ടർഫോളിൻ്റെ സൈഡിലുള്ള ഒരു ഹൈക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അങ്ങോട്ടാണ് പോകുന്നത്. ഒരു 3-4 തവണ കൂളാലങ്കോ വാട്ടർഫോളിൽ പോയിട്ടുണ്ടെങ്കിലും ആ ഒരു ഹൈക്ക് നമ്മൾ എപ്പോഴും മിസ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അത് കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നത്. കുറച്ച് നേരമായിട്ട് നമ്മുടെ ലിയപ്പൻ അവിടെ വെയിറ്റിംഗ് കേട്ടോ കാറിൽ. നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ടില്ല. ഇപ്പോൾ സമയം 2-2:30 ആകാൻ പോകുന്നു. അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. അതേ ലിയപ്പൻ അവിടെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ നേരെ ആൾഡിയിൽ പോകുന്നു. ലിയപ്പ ആൾഡിയിൽ പോയിട്ട് നമുക്ക് നല്ല അടിപൊളി സാൻഡ്വിച്ച് കാര്യങ്ങളൊക്കെ മേടിക്കാം കേട്ടോ. സാൻഡ്വിച്ച് കഴിക്കാം കേട്ടോ. അങ്ങനെയുള്ള ഫുഡായിരിക്കും നമ്മളിന്ന് കഴിക്കണം കേട്ടോ. ഇതിൽ കുറച്ച് ന്യൂഡിൽസ് കാര്യങ്ങൾ സ്ഥിരം ഹൈക്കിങ്ങിനൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള ചെറിയ സ്റ്റൗ കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈവനിങ് ടൈമിൽ കുക്ക് ചെയ്യും. ഇപ്പോൾ അത് കുക്ക് ചെയ്യാനുള്ള ടൈമോ സ്പേസോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ആൾഡിയിൽ പോകുന്നു. ഞാൻ നിനക്കൊരു ഇത് മേടിച്ച് തന്നില്ലേ, ഒരു സാൻഡ്വിച്ച് മേടിച്ച് തന്നില്ലേ, ആ സാൻഡ്വിച്ച് നമുക്ക് മേടിക്കാം. അടിപൊളി സാൻഡ്വിച്ചാണ്. അവിടെ നിന്ന് സാൻഡ്വിച്ചും കുറച്ച് ജ്യൂസും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നേരെ വിക്കിലോ നമ്മൾ ഹൈക്ക്. ഓക്കെ, അതിനുശേഷം നീ പറഞ്ഞ പോലെ ആ വാട്ടർഫോളിൽ ഇറങ്ങി കുളിക്കാം. അപ്പോൾ ഇവൻ്റെ ആഗ്രഹം ആ വാട്ടർഫോളിൽ ഇറങ്ങി കുളിക്കണം എന്നുള്ളതാണ്. അതാണ് ഇവൻ വരുന്നത്, ഞാൻ ഹൈക്കിനാണോ വരുന്നത്. അപ്പോൾ രണ്ടുപേരുടെ കാര്യം നടക്കും കേട്ടോ. ഓക്കെ, പോവാം. നടക്കണം. അപ്പോൾ കഴിച്ചിട്ടില്ല. ഇപ്പോൾ ഈ റാപ്പ് എടുത്താലടാ, ഈ റാപ്പ് എടുത്താലോ. ചിക്കൻ അപ്പയുടെ ഫേവറേറ്റ് ആണത്. മറ്റേ അന്നെടുത്ത ഇതുണ്ട് സാൻഡ്വിച്ച്. ഇതിലേതാ വേണ്ട? BBQ കോജൂൺ ഇതെടുക്കാം നമുക്ക്. ഇത് കൊടുക്കാം വേണമെങ്കിൽ. ഏത് കഴിച്ചു നോക്കണം എനക്ക്. ഇതാ ഇവിടെ 2 കൊടുത്തേക്കാം. 2 പച്ച ചെമ്മീനാണ് അത് കഴിക്കാൻ പിടിക്കൂല. ഇതെടുക്കും, ഇതൊക്കെ ഇപ്പോൾ കഴിക്കാം. രാത്രി കഴിക്കാൻ വേറെ ഫുഡ് ഉണ്ടല്ലോ, അതെടുക്കും. അത് 2 കൊടുക്കും. റാപ്പ് വേണ്ടമ്മ, ഇത് മതി. എടുക്കെടുക്കെടുക്കെടുക്ക്, കുഴപ്പമില്ല. സാവാ
അങ്ങനെ ഞാനും ലിയപ്പനും കൂടി നമ്മുടെ ആൽഡിയിൽ കയറിയിട്ട് പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന റെഡി ആയിട്ട് കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന നമ്മൾ അടിപൊളി നൂഡിൽസ് റെഡി ടു ഈറ്റ് വാങ്ങിച്ചു. ഞാനിവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ലഞ്ച് കൊണ്ടുവരാത്ത ദിവസങ്ങളിൽ ഈ ആൽഡിയിൽ വന്നിട്ട് വായിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെയാണ്, ഫാമസ് ടൗൺ തന്നെയാണത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ കായക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതുണ്ടോ ഞാൻ വാങ്ങിച്ചത് ഈ ഒരു നൂഡിൽസ് ആട്ടോ. അത് അടിപൊളി ചിക്കൻ ബാങ് ബാങ് നൂഡിൽസ് ആൻഡ് സാലഡ്. അടിപൊളി സാധനമാണ്, ഞാൻ മേടിച്ച് കഴിക്കാറുണ്ട്. അതുകൂടാണ്ട് നല്ല അടിപൊളി എനർജിക്ക് വേണ്ടിയിട്ട് കണ്ടത് ഒരു സ്പോർട്സിൻ്റെ ഡ്രിങ്ക് വാങ്ങിച്ചിട്ടുണ്ട്. എനർജി കിട്ടുമെന്നറിയില്ല. ഓക്കെ, ഐസ് കോഫി, ഒരു ഐസ് കോഫി വാങ്ങിച്ചിട്ടുണ്ട്. ആകെ ഇതെല്ലാം കൂടി മേടിച്ചിട്ട് 10 euro ആയല്ലോ. നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കഴിയുന്ന അടിപൊളിയായിട്ട് പൈസ ഇറങ്ങി പോകും. നേരത്തേക്ക് ഇപ്പം നമ്മൾ എന്താണല്ലേ ഫുഡ് ചോറ് കറിയൊക്കെ പാക്ക് ചെയ്തെടുത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹോട്ടലൊക്കെ തേടി പിടിച്ച് പോയിട്ട് അങ്ങനെയുള്ള ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അപ്പോൾ പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിൻ്റെ പുറത്താണ് ഞാൻ ഇവനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമ്മൾ ഏതായാലും ഫുഡ് കഴിക്കാൻ പോവാണ്. ലിയപ്പോൾ കഴിച്ചു നോക്കടാ. ഞാനത് കഴിച്ചിട്ടുള്ളതാണ്, ലിയപ്പൻ ഇത് കഴിച്ചിട്ടില്ല. അപ്പോൾ അവനത് കഴിച്ചിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സ്ഥിരം മേടിച്ചിട്ട് വന്നോന്നൊക്കെയാണ് ഇപ്പം എന്നോട് പറഞ്ഞേക്കുന്നത്. ഇത് ഇവിടെ ഇവിടെ ഓപ്പൺ ഫോർക്കൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്, ഫോർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. മിക്സ് ചെയ്ത് താഴ്ത്തു. നിന്നോട് പറഞ്ഞത് ചിക്കൻ്റെ പീസ് തന്നെ താഴ്ത്തിട്ടു. എടുത്തേ മടീന്നെടുത്ത്. ഇതിനകത്ത് നല്ല കോക്കനട്ടിന്റെ ഒരു ഇതാന്ന് തോന്നുന്നു മോളിൽ കിടക്കണ അല്ലടാ. എങ്ങനെയുണ്ട് ടേസ്റ്റ്? എങ്ങനെയുണ്ട്? ചൂടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അടിപൊളിയായിരുന്നു അല്ലേ. നമുക്ക് ക്യാരവാനൊക്കെ എടുക്കുമ്പോഴേ അതിൻ്റെ അടുത്ത് നമുക്ക് ഓരോ ഓവനൊക്കെ സെറ്റ് ചെയ്തോണ്ട് വരാം. തേങ്ങാ ചമ്മന്തിയുടെ ഫീല്. കോക്കനട്ട് ഫ്ലേവർ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കോക്കനട്ട് ചിരണ്ടി ചെയ്ത് ഇട്ടിട്ടുണ്ട് മുകളിൽ. അയ്യോ പൊട്ടിപ്പോയി, കവറ് കൂടാണ്ട് പൊട്ടിപ്പോയി. ഗ്ലൂക്കോസൈഡിന് ഉണ്ട് ഈ ഒരു ഓറഞ്ച് ഫ്ലേവറാണത്. അപ്പോൾ ഭയങ്കര ചൂടാട്ടോ. അയർലൻഡിൽ ഇതുപോലത്തെ ചൂട് ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് കൂടെ വർക്ക് ചെയ്യുന്ന ഐറിഷുകാരൊക്കെ പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചി ഉണ്ട്, മോള് ചേച്ചിയാണ്, നേഴ്സാണ്. പുള്ളിക്കാരത്തി പറഞ്ഞത് ഭയങ്കര ചൂടാണ്. അതുപോലെ തന്നെ ഞാനപ്പോൾ പറഞ്ഞു ഈ പ്രാവശ്യം ചിലപ്പോൾ തണുപ്പ് കൂടുതലായിരിക്കില്ല ചേച്ചിന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു മോനെ 2011-12 ആ സമയത്ത് ഭയങ്കര മഞ്ഞ് വന്നിട്ടുണ്ടെന്നാണ്. അതായത് വീടിൻ്റെ ഫ്രണ്ടിൽ ഡോറൊക്കെ തുറക്കുമ്പോൾ മഞ്ഞ് ഉള്ളിലേക്ക് ഇങ്ങനെ വീഴുന്നതാണ്. കാനഡയിലൊക്കെ ഉണ്ടാകത്തില്ലേ, ഐസ്ലാൻഡ്, ഫിൻലാൻഡ് അവിടെയൊക്കെ ഉള്ള പോലത്തെ മഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ ഒന്നും വരാതിരിക്കട്ടെ എന്നൊക്കെ പുള്ളിക്കാരത്തി പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യത്തെ വിൻ്റർ ഇനി എങ്ങനെ ആയിരിക്കും നമുക്കറിയില്ല. ചൂട് നല്ല അടിപൊളി ചൂടാണ്. പക്ഷേ ഇന്ത്യയിലെ ചൂട് വെച്ചിട്ട് നമുക്ക് അത്ര ചൂടില്ല. പക്ഷെ ഇവിടുത്തെ സൂര്യൻ്റെ ആ ഒരു റേസ് ഉണ്ടല്ലോ, അത് ഇത്രയും സ്ട്രോങ്നെസ് കൂടുതലായിരിക്കും. നമ്മൾ കൂടുതൽ ഇറങ്ങി കളിച്ചിട്ടുണ്ടെങ്കിൽ സൺസ്ക്രീൻ ലോഷനൊക്കെ പെട്ടാതെ നമ്മൾ ഇറങ്ങി കളിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പം എന്തായാലും നോക്കാം. നമ്മൾ സൺസ്ക്രീൻ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അല്ലേ അറിയാം. ഇപ്പൻ്റെ അവൻ്റെ ഗ്ലാമർ പോകുന്നുള്ളതാണ് അവൻ്റെ മെയിൻ പേടി അല്ലേ? ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ കൂളാലിംഗോ വാട്ടർഫോളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിന്ന് വാട്ടർഫോളല്ല നമ്മുടെ ഉദ്ദേശം, ഹൈക്കാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, ഇതുണ്ടോ അത്യാവശ്യം വീക്കെൻഡ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്ക് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതല്ലാട്ടും നമ്മുടെ മെയിൻ പാർക്കിംഗ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു പാർക്കിംഗ് ഞാനിപ്പോൾ ആദ്യമായിട്ട് കാണുവാണ്. ഇതിന് മുമ്പ് പാർക്കിംഗ് ഉണ്ടായില്ലോ എന്ന് എനിക്കറിയില്ല. കാരണം ചിലപ്പോൾ ഇവിടുത്തെ തിരക്ക് കാര്യങ്ങളൊക്കെ കൊണ്ട് ചിലപ്പോൾ ഒരു പാർക്കിംഗ് ഇവിടെ ഉണ്ടാക്കിയതായിരിക്കാം, എനിക്കറിയത്തില്ല. ഇതിൻ്റെ വാട്ടർഫോളിൻ്റെ തൊട്ട് അടുത്ത ഒരു പാർക്കിംഗ് ഉണ്ട്. അവിടെയാണ് നമ്മൾ ഇതിനു മുമ്പ് വന്നപ്പോൾ ഒക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യണല്ലേ. ഇപ്പോൾ റെഡിയായോ? എടാ നീ ക്യാപ്പ് എടുത്തില്ലേ? എൻ്റെ ക്യാപ്പ് കാണാനില്ല. വീട്ടിൽ ഞാൻ കുറേ നോക്കി, ക്യാപ്പ് കാണാനില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ ലോഷനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കറുത്ത് പോകും നമ്മൾ. ഇനി എന്ത് കിടക്കാനുള്ളത്? ഓക്കെ, നല്ല തിരക്കുണ്ട് ഇവിടെ. ഇപ്പം എന്തായാലും നമ്മൾ ആദ്യം ഹൈക്കാണ് നമ്മുടെ ലക്ഷ്യം. ഹൈക്കിന് പോയിട്ട് വന്നിട്ട് ക്ഷീണം മാറ്റാൻ വേണ്ടി നമുക്ക് തണുത്ത വെള്ളത്തിൽ ഇറങ്ങാലേ. അപ്പൊ ഇറങ്ങാനുള്ള ഉടുപ്പ് നമുക്ക് കാറിൽ വന്നിട്ട് എടുക്കാമല്ലോ. ഇത് നമ്മുടെ കാറ് കാര്യങ്ങളൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ട്.
കാറിൻ്റെ ഒരു പുതിയൊരു സ്റ്റിയറിംഗ് ലോക്ക് ഞാൻ കാണിച്ചിട്ടാ. ഇതാണ് നമ്മുടെ കാറിൻ്റെ സ്റ്റിയറിംഗ് ലോക്ക് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല രീതിയിലൊരു മനസ്സമാധാനമുള്ളൊരു പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു സ്റ്റിയറിംഗ് ലോക്കാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മൾ സമ്മറൊക്കെയാണ്, അതുകൊണ്ട് തന്നെ നമ്മളുടെ ട്രിപ്പ് കാര്യങ്ങൾ എല്ലായിടത്തും പോകും, ഹൈക്കിന് പോകും. അതുപോലെ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കാറൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ ഒരു ടെൻഷനായിരിക്കും തിരിച്ചു വരുമ്പോൾ കാർ അവിടെ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ ബാഗ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കാണുന്ന രീതിയിൽ വെക്കാതിരിക്കുക, ഹൈഡ് ചെയ്ത് വെക്കുക. പറയാൻ പറ്റില്ലല്ലോ ഏത് ടൈപ്പ് ആളുകളൊക്കെയാണ് വന്ന് പോകുന്നതെന്നുള്ളത്. ഇത് നമ്മുടെ നോർമൽ വാട്ടർഫോളിന് അങ്ങോട്ട് പോകുന്ന ഒരു വഴിയാണ്. നമ്മൾ ഈ റൂട്ട് പോകുന്നില്ല. ഞാൻ ജസ്റ്റ് കയറി നോക്കിയതാണല്ലേ അപ്പ. ഇവിടെ മെയിൻ ഹൈലൈറ്റ് ഇവിടുത്തെ വാട്ടർഫോൾ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഹൈക്കിന് പോയിട്ടില്ല. ഹൈക്കിന് പോകുമ്പോൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഇതാണ് നമ്മുടെ കൂളാലിംഗോ വാട്ടർഫോളിൻ്റെ പാർക്കിംഗ് കേട്ടോ. ഈ പാർക്കിംഗ് ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ വീക്കെൻഡ് മാക്സിമം വരാതിരിക്കാൻ നോക്കുക. അപ്പോൾ ഇവിടെയും ഒരു സ്പോട്ടുണ്ട് കേട്ടോ. ഇവിടെ അടിപൊളിയൊരു നമുക്ക് സ്വിം ചെയ്യാനൊക്കെ പറ്റുന്ന സ്പോട്ടുണ്ട്. ഇതിലൂടെ പോയിട്ട് നേരെ അറ്റത്തേക്ക് പോകണം കേട്ടോ, സൈഡിൽ കൂടി. അടിപൊളി വലിയൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ മെയിൻ അട്രാക്ഷൻ നമ്മുടെ കൂളാലിംഗോ വാട്ടർഫോൾ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഈ ഒരു ഏരിയയിൽ പോയിട്ട് കുറച്ച് സ്ട്രൈറ്റ് പോയിട്ട് ഫസ്റ്റ് ലെഫ്റ്റിലേക്ക് ചെറിയൊരു കട്ടിങ് ഉണ്ട്, കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ പോകുന്നത് ഹൈക്കിങ്ങിലോട്ടാണ് കേട്ടോ. ഹൈക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ റൂട്ടാണ് നമ്മൾ ഹൈക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിന്ന് ഹൈക്കിങ് സ്റ്റാർട്ട് ചെയ്തത് വളരെ ലേറ്റായിട്ടാണ് കേട്ടോ. കാരണം അങ്ങോട്ട് പോയ ആൾക്കാർ മുഴുവൻ ഇങ്ങോട്ട് നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ സമയം 5 മണി. സമ്മറായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ലൈറ്റ് കിട്ടും. ഏകദേശം ഒരു 9:30 വരെ നമുക്ക് ലൈറ്റ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതായത് സൂര്യപ്രകാശം. ഓക്കെ, ലീയപ്പൻ്റെ അവിടെ നടന്നു വന്നോണ്ടിരിക്കുകയാണ്. ലീയപ്പ ഭയങ്കര ചൂടാണ്, രക്ഷയില്ല. അപ്പോൾ നമ്മുടെ മെയിൻ ഇവിടുത്തെ കൂളാലിംഗോ വാട്ടർഫോളിലെ ഹൈലൈറ്റ് വാട്ടർഫോൾ വരുന്നത് ആ ഒരു ഏരിയയിലാണ് കേട്ടോ. ഞാൻ കുറച്ചും പറഞ്ഞായിരുന്നില്ല ഒരു വഴി, ആ വഴിയാണ് പോകേണ്ടത്. ലീയപ്പ എന്തോരം മരങ്ങളാണ് വെട്ടി കൂട്ടി വെച്ചേക്കണേ. എന്തോരം മരങ്ങളെ വെട്ടി അമ്പോ കണ്ടുപിടിച്ചേ. ഒരുത്തനുണ്ടല്ലോ വാ കയറിപ്പോര്. നമ്മുടെ ഹൈക്കിംഗ് പോള് എടുത്തിട്ടുണ്ടായിരുന്നു, റോഡ് എടുത്തിട്ടുണ്ടായിരുന്നു. കാറിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി. ഞങ്ങളൊരു ആവേശത്തിൽ നടന്നു തുടങ്ങി. നീ എടുത്തിട്ടില്ലെന്ന് വിചാരിച്ചല്ലേ? ഞാൻ എടുത്ത കാറിലിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോ കണ്ടില്ല. പിന്നെ ഞാൻ വീഡിയോ എടുക്കണതിൻ്റെ ഒക്കെ ശ്രദ്ധയിൽ ഇവനോടത് പറഞ്ഞു കൊടുക്കാൻ മറന്നുപോയി. എന്തോരം മരങ്ങളെ വെട്ടിക്കൂട്ടി വെച്ചേക്കണേ. ഇവിടെ ഒരു മരം വെട്ടുമ്പോണ്ടല്ലേ ഇപ്പൊ ഒരു മരം നടണമെന്നാണ് അറിയാറുന്നോ? നമുക്ക് ഇതിലൂടെയൊക്കെ ഇറങ്ങിയിട്ട് നമ്മുടെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള വാട്ടർഫോളിലേക്ക് പോകാം കേട്ടോ. മെയിൻ അട്രാക്ഷൻ എന്ന് പറയാൻ കാരണം അടിപൊളി ഫീലാണ്. ഒരു പ്രൈവറ്റ് വാട്ടർഫോളിൻ്റെ ഒരു ഫീലാണത്. പക്ഷേ ദിവസം വന്നാൽ അത് പബ്ലിക് വാട്ടർഫോളിൻ്റെ ഫീൽ നല്ലോണം തരും. പക്ഷെ ഭയങ്കര ആംബിയൻസ് ആണ് ഒരു വാട്ടർഫോൾ കാണാനായിട്ട്. ഒടുക്കത്തെ ചൂടല്ലേ, എക്സ്ട്രാ ചൂട്. ഒരു മഴ. നോർമൽ വാട്ടർ ഉണ്ട്, ജ്യൂസ് ആണ് ഉണ്ട്. നോർമൽ വാട്ടർ അല്ല, ജ്യൂസ് ആണ് ഉണ്ട്. കടയിൽ നിന്ന് ജ്യൂസ് തരട്ടെ. ഇത് 2 എണ്ണല്ലേ വാങ്ങിച്ചത്? അപ്പൊ വീട്ടിൽ നിന്ന് ജ്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ പൊടിയാ കുടിച്ച എനർജി കിട്ടും. ചൂട് ഉറച്ചില്ലട്ടാ. ഞാൻ അടിപൊളി ചൂടല്ലേ, നാട്ടിലത്തെ പോലെ ചൂട്. ഇത് കഴിഞ്ഞിട്ടാ മറ്റേ വെള്ളത്തിലിറങ്ങിയേ പറ്റൂ ഇന്ന് അല്ലേ? ആ വെള്ളം വേണമെങ്കിൽ കൈ പിടിക്കാം, ഇടക്കിടക്ക് എടുക്കണ്ടല്ലോ. ഇതാണ് നമ്മുടെ കൂളാലിംഗോ വാട്ടർഫോളിൻ്റെ മുകളിലേക്കുള്ള ഒരു ഹൈക്ക് എന്ന് പറയുന്നത്. പിന്നെ മുകളിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഈ പോകുന്ന റൂട്ടിൽ എന്തൊക്കെ കാര്യങ്ങളും കാണാനുണ്ടെന്ന് അറിയത്തില്ല. അത്യാവശ്യം എല്ലാവരും ഒന്ന് ഇറങ്ങി പോകുന്നുണ്ട്. നമുക്കും ഒന്ന് പോയി നോക്കാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ഹൈക്കിങ്ങും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്തേക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് പോവാം. നല്ല രസോട്ടാ, താങ്ങിക്കൊണ്ട് നടക്കാം അല്ലേ? അപ്പൊ വേണ്ട മോനെ, കണ്ടുപിടിച്ചിരുന്നോ? വേണ്ട. ഇപ്പൊ വീഡിയോ എടുക്കലും വടി കുത്തി നടക്കലൊന്നും നടക്കത്തില്ല. മറ്റേ നമ്മുടെ വാക്കിംഗ് പോളായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. അങ്ങോട്ട് തന്നെ പോകേണ്ടത്. ആരോ മാർക്കുള്ള ഇവിടെയാണ്.
ഓക്കെ, അങ്ങാടും പോവാം ഇങ്ങാടും പോവാന്നാണ് കാണിച്ചാണ്. ഓ, തിരിച്ച് ഇറങ്ങി വരുന്നവർക്ക് അങ്ങോട്ടും പോകാനുള്ളവർക്ക് അങ്ങോട്ടും. അങ്ങോട്ടല്ലേ അപ്പോൾ പോകണ്ടേ? അങ്ങോട്ടാ പോകണ്ടേ? ഇങ്ങോട്ടല്ല, അത് പിന്നെയും താഴ്ത്തോട്ടാ. ഇല്ല, അത് പിന്നെ താഴത്തേക്കാണ് ഇറങ്ങിപ്പോന്ന റോഡ്. നമുക്ക് ഇങ്ങോട്ട് പോവാം. ഇല്ലപ്പാ, നമുക്ക് വിന്ററിൽ വരാട്ടാ. അടിപൊളി വ്യൂ അല്ലേ? ക്യാമറയിൽ കാണുമല്ലട്ടാ, നേരിട്ട് കാണണം. തലയിലോട്ട് തന്നെ സൂര്യന്റെ വെയിലടിക്കുന്നു. തലയിലോട്ട് തന്നെ ഡയറക്റ്റ് അവിടെ നിന്ന് സൂര്യന്റെ വെയിലടിക്കണം പൊക്കത്തുനിന്ന്. ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിക്ക്. ഈ നമ്മൾ എൻജോയ് ചെയ്യാനാണോ പോണേ, ഇല്ലെങ്കിൽ സൂര്യന്റെ വെയിൽ കൊണ്ട് കഷ്ടപ്പെടാനാണോ പോണേ? അയ്യോ, നമ്മൾ ഹൈക്ക് ചെയ്യുമ്പോൾ നമ്മൾ അത്രയും മുകളിലേക്ക് കയറി ചെല്ലത്തില്ലേ, കുറെ കഷ്ടപ്പെട്ട് കയറി ചെന്ന് അവിടെ നിന്ന് കാണുന്ന ആ ഒരു വ്യൂ. അപ്പോൾ നമുക്ക് നല്ലൊരു പോസിറ്റീവ് മൈൻഡ് വരും. നമ്മളെ കൊണ്ട് പല കാര്യങ്ങളും സാധിച്ചു. എൻ്റെ ഒരു ഇതിൽ പറഞ്ഞേണ്ട, നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധിച്ചു എന്നുള്ളൊരു ഫീൽ വരും. പിന്നെയും അടുത്ത് എന്തെങ്കിലും ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ, സെൽഫ് കോൺഫിഡൻസ് വരും. പിന്നെ ഇങ്ങനെയുള്ള വ്യൂ ഒക്കെ കാണുമ്പോൾ മനസ്സിനൊരു എന്താ പറയുക, ഒരു തെറാപ്പി, നല്ലൊരു മെഡിറ്റേഷൻ. അവിടെ ചെന്നിരുന്ന് റിലാക്സ് ചെയ്യുമ്പോൾ, അവിടെ ചെന്നിരുന്നൊരു കോഫി ഇട്ട് കുടിക്കുമ്പോൾ, നമ്മൾ കോഫിയുടെ സംഭവം എടുത്തിട്ടില്ല, കാരണം നമ്മളിരിക്കുന്ന സ്റ്റൗ വലുതായതുകൊണ്ട് നമ്മൾ ആ ഒരു കോഫി ഹൈക്കിങ്ങിന് പറ്റിയ സ്റ്റൗ അല്ല. അപ്പോൾ ഹൈക്കിങ്ങിന് പറ്റിയ സ്റ്റൗ എടുക്കണം. അതുകൊണ്ടല്ലേ നമ്മൾ ബാഗിൽ ജ്യൂസ് എടുത്തേക്കുന്നേ. അവിടെ പോയിരുന്നാലോ, അവിടെ തണലുണ്ട്. അടിപൊളി വ്യൂ ആട്ടോ. വാ 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 വാ. ഞാനും ലിയപ്പനും കൂടി ഒരു തന്ത്രം കണ്ടെത്തി. ഞാൻ ഈ കോലെ പിടിച്ച് വലിച്ചിട്ട് നടക്കുന്നു, ലിയപ്പനെൻ്റെ പുറകെ നടന്നു വരുന്നു. ഞാൻ വണ്ടിക്കാളയല്ല, അത് നീ ഓർക്കണം കേട്ടല്ലേ. എനിക്ക് ആകുമ്പോൾ ഇങ്ങനെ വലിക്കാൻ പറ്റത്തില്ല. നീ എൻ്റെ ഫുള്ളിലോട്ട് വരുവാണ്, നീ നടക്കണം. ഒരു സപ്പോർട്ടാണ്. ഞാൻ ഒറ്റ കിടക്കണണ്ട. ഓടാ, എനിക്ക് പറ്റൂല. എന്നെ എടുത്തോണ്ട് എടുക്കാൻ പറ്റിയത് എന്ത് രസമായിരുന്നു. ഞാനൊന്നും ബാഹുല. ലിയപ്പാ, ഒരു കാര്യം ചെയ്യട്ടെ, നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരു ഇലക്ട്രിക് സൈക്കിൾ ഉണ്ടായിരുന്നെങ്കിൽ 2 അയ്യോ, കൊതിപ്പിക്കല്ലേ. ഈ മരം മുറിക്കണ വണ്ടി നോക്കിടാ, അടിപൊളിയാണല്ലേ. ഈ മരത്തിലുള്ള ചെറിയ ചെറിയ ഇങ്ങനെ ഉണ്ടാവല്ലേ, അതൊക്കെ ഈ സാധനം വന്ന് കളയുന്നതാണ്. ഇത് കടന്ന് കറങ്ങി, ഞാൻ യൂട്യൂബിൽ എന്തോ കണ്ടിട്ടുണ്ട്. അതെ അതെ അതെ, അതാകുമ്പോ ശിഖരങ്ങളൊക്കെ അതെ അപ്പുറം ഇപ്പുറമുള്ള ശിഖരങ്ങളെ കട്ട് ചെയ്ത് പോകും. അങ്ങനെയാണ് ഈ മരങ്ങളൊക്കെ ഇത് ഇങ്ങനെ ആക്കി എടുത്തേണത്. പിന്നെ ഇത് കണ്ട ഇവിടെ, ഇത് കണ്ട ഏതാ? അത് മരം അതാണ് മുറിക്കണത്. ഓരോരോ പീസായിട്ട് മുറിക്കണ ആ ഒരു വാള് ബ്ലൂ കളറിലല്ലേ. ഈ ഒരു മെഷീൻ അപ്പൊ ഇത്ര അടുത്തുനിന്ന് ആദ്യമായിട്ട് കാണണേണ്ട. ഞാനും അവിടെ വ്യൂ ഉണ്ട് അങ്ങോട്ടുള്ള. അടിപൊളി പച്ചപ്പല്ലേ, നല്ല. അത് ക്യാമറ കിട്ടണല്ല. ഈ അങ്ങോട്ടൊരു സ്ലോപ്പാണ്, ആ താഴെ നിൽക്കുന്ന പുല്ലുകൾക്ക് ഒരു പ്രത്യേകതരം പച്ച കളർ. അവിടെ കാണുന്നേ. അവിടെ ടെന്റ് അടിക്കണല്ലേ. വ്യൂ നോക്കിയ മോനെ, അടിപൊളിയല്ലേ, അടിപൊളി വ്യൂ അല്ലേ. ഒരു പാരാഗ്ലൈഡിങ് ചെയ്തത് ഇങ്ങനെ പോണോ, അടിപൊളിയായിരിക്കും. പാരാഗ്ലൈഡിങ് ഒക്കെ ചെയ്തേ. അവിടെ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാന്നും പറഞ്ഞാൽ ഞാൻ അറ്റത്ത് അങ്ങേ അറ്റത്തെ ഡാർക്ക് ഷെയ്ഡ് കണ്ടുണ്ടോ? നമ്മുടെ കണ്ണുകൊണ്ട് ഒരു ഡാർക്ക് ഷെയ്ഡല്ല, അതിൻ്റെ അവിടെ ഒരു സൂം ചെയ്ത് നോക്കട്ടെട്ടാ. ഐഫോണിൽ ഇത്രയൊക്കെ സൂമിങ്ങേ ഉള്ളൂ. ഇത് കണ്ടോ, നേരിട്ട് കാണണം കേട്ടോ, അടിപൊളി ഒരു ഫീലാണത്. എന്താണ് ആ വീടാണോ? ഏറ്റവും അറ്റത്ത് കുറേ ഒരു അറ്റത്തെ മലയിൽ പുല്ലൊക്കെ പിടിച്ചിരിക്കണുണ്ടോ അവിടെ? വെള്ള കളറില്ല. അത് എപ്പോ പറഞ്ഞത് ബാർലിയാണെന്ന് തോന്നുന്നു. ബാർലി പോലെ ഉണ്ട്.
മലക്കൊരു അറ്റമില്ലടേ, ഈ ഹൈക്കിങ്ങിന് ഒരു അറ്റമില്ലേ, ഈ ഹൈക്കിന് ഒരു അറ്റമില്ലേ. എന്റെ പൊന്നെ, അപ്പൊ ഹൈക്കിങ് ഫുള്ളും നടക്കണം എന്ന് പറഞ്ഞിട്ടല്ലേ വന്നത്? അതെ അതെ, നമ്മ ഫുള്ള് നടക്കും. ഇത് ഫുള്ള് ഇനി അങ്ങോട്ടൊക്കെ ഉണ്ടോ വഴി? അങ്ങോട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോകണ്ടോ? കേട്ടില്ല. ഈ റോഡ് ആ കാരണം മലയിൽ കൂടെയൊക്കെ വഴി കണക്ട് ചെയ്ത് പോകുന്ന പോലെ തോന്നുന്നുണ്ട്. അങ്ങോട്ടുണ്ടെങ്കിൽ പോകണ്ട. എന്താ 1 2 3 വഴി കാണുന്നുണ്ട്. എന്താണത്? പോവാ മുന്നോട്ട്. മുന്നിലോട്ടല്ല വളവ് വഴിയുന്നത്. ഈ വളവ് വരെ വരാന്നാ പറഞ്ഞത്. നടന്നെപ്പ തീരാനാണത്? നമുക്കത് ആ കയറ്റം കണ്ട, കയറ്റം ഇറങ്ങിയിട്ട് അവിടെ എന്താ നോക്കിയിട്ടോ. അവിടെ താഴെ ഒരു പഴയൊരു കാസ്റ്റിൽ പോലത്തെ സംഭവം ഉണ്ട്, ഉണ്ടോ? പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നൊരു കാസ്റ്റിൽ. അതൊന്ന് സംരക്ഷിച്ചേക്കുന്ന കാസ്റ്റിലാണ്. അതിൻ്റെ ഫ്രണ്ടിലത്തെ റോഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ? എന്തെങ്കിലും ഒരു മ്യൂസിയം ആയിരിക്കും. വാ 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 വാ, കമോൺ കമോൺ കമോൺ. ആ അത് എറിയാനുള്ള പകുതി ഇത് മതിയല്ലോടാ കയറി ഇങ്ങോട്ട് വരാനായിട്ട്. എൻ്റെ സ്റ്റാമിന വെറുതെ ഉള്ളല്ലേ. വാ, അപ്പനെ ഇറക്കിടാൻ നോക്കിയത്, അതാകുമ്പോ തിരിച്ചിറങ്ങി പോവല്ലോ. മൗണ്ടൻ ബൈക്കൊക്കെ ഇട്ട് പിള്ളേർ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കിയപ്പോ വളവും പറഞ്ഞോണ്ടിരിക്കണത്. ഇല്ലേ, അപ്പൊ ഫൈനൽ ഇതില്ലേ അവിടെ ഒരു വളവുണ്ട്. ഇതിങ്ങനെ പോയിട്ട് ഇതിങ്ങനെ ഒരു വളവ്, അവിടെ ചെന്ന് നിന്നാൽ നമുക്ക് ഇങ്ങോട്ടും അങ്ങോട്ടും കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ആ അവളെ വരെ പോവാ. ആ വാ. അങ്ങനെ ലിയപ്പനോട് പറഞ്ഞ ആ ഒരു വളവ് ഇതാണ്ടോ. നേരം നമ്മൾ തിരിച്ചു പോവാണ്, കാരണം നമുക്ക് വേറെയും സ്ഥലങ്ങൾ പോകാനുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെയുള്ള കുളാലങ്കോ വാട്ടർഫോളിൻ്റെ ഒരു സൈഡിലിറങ്ങി കുളിക്കാമെന്ന് ഞാൻ ലിയപ്പന് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് ഇറങ്ങണം. ഇപ്പോൾ സമയം 5:30 കഴിഞ്ഞു, 5:40 ആകുമ്പോൾ. ഇതിങ്ങനെ കിടക്കുവാണ്. ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ വേറെ ദിവസം വരണം. രാവിലെ വന്നെ, രാവിലെ. ആഹാ അടിപൊളി. ഇത് അങ്ങാട് പോയേക്കുവാണ്. എന്തായാലും എൻ്റെ അറ്റത്ത് നല്ലൊരു സ്പോട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. ഇനി അറ്റം ഉണ്ടോ, ഇനി ഇത് ഇങ്ങോട്ടെങ്കിലും വേറെ അങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകണമെന്ന് അറിയില്ല. അവനെ കൺവിൻസ് ചെയ്തിട്ട് ആ ഒരു വളവും കൂടി പോകാൻ പറ്റുമെന്ന് നോക്കാം. നമ്മുടെ ലീപ്പനെ കാണാമല്ലോ. ലീപ്പ വാടാ. എന്താടാ നമ്മൾ പറഞ്ഞ വളവാ, ഇതാണ് ആ വളവ്. നീ കാര്യം പറയട്ടെ അപ്പാ, ഇത് ഏതാ ഒരു കയറ്റം കണ്ട, ആ കയറ്റത്തിൽ നിന്നല്ല എന്താ നോക്കിയാലോ. വേണ്ട. എന്താ അഭിപ്രായം? ഇല്ല വേണ്ട, എനിക്ക് കഴിച്ചു കൊടുത്തൊക്കെ. ഓ ജീവ ഇത്രയും വെയിലല്ലാതെ ഞാൻ അങ്ങോട്ടൊക്കെ പോകാറുന്നല്ലേ. എടാ വെയിലല്ല, ഇനി വിന്ററാകുമ്പോ പറയും നമ്മ എന്ത് പറയുന്നറിയോ, തണുപ്പ്. സമ്മർ ആകുമ്പോ നമുക്ക് എന്തായാലും പോകാൻ പറയും. ജാക്കറ്റ് ഒക്കെ ഇട്ട് നടക്കണായിരുന്നു, ആലോചിച്ച് നോക്കി. ഇപ്പൊ ഈ കല്ലോക്കിയപ്പോ തിളങ്ങണൊക്കെ. അവിടെ ഒരു കല്ല് കണ്ടായിരുന്നു, അപ്പൊ തിളങ്ങണ കല്ല്. അങ്ങനെയല്ല ഇങ്ങനെ തിളങ്ങണത്, വെയിലത്തെടുത്താൽ തിളങ്ങണം. സിൽവർ വേണ്ട, ഇതൊരു റോക്കറ്റ് ഉണ്ടാക്കണം അല്ലേ. എങ്ങനെ റോക്കറ്റ് ഉണ്ടാക്കണം? ഇളക്കമുണ്ട്, ക്യാമറയിൽ അത്ര കറക്റ്റ് അല്ല. അടിപൊളി, നല്ല ഇളക്കമുണ്ട് കേട്ടോ നേരിട്ട് നോക്കുമ്പോ അല്ലേ. അതെ, അവിടെ വലിയൊരു കല്ല് അങ്ങനത്തെ. അയ്യോ അത് പോയി. ആവട്ടെ, വേറെ വലിയ കല്ലുണ്ട്. അപ്പൊ അത് അത് ഇവിടെ ഫുള്ളും അങ്ങനത്തെ കല്ലാണല്ലോ. ആ ഒരു കയറ്റം കൂടെ നമുക്ക് നോക്കട്ടെ. കയറ്റം വേണ്ട, കേറില്ലടാ. ഇനി ലാസ്റ്റ് കയറ്റം പ്ലീസ്. ഏത് കയറ്റമാണ്? ആ കയറ്റം, ആ കയറ്റം. അത് കഴിഞ്ഞിട്ട് വല്ല ഇറക്കും. അങ്ങനെ ലിയപ്പൻ ഫൈനൽ സമ്മതിച്ചിരിക്കുവാണ് ആ ഒരു കയറ്റത്തും കൂടി പോവാന്ന്. അല്ലെങ്കിൽ എന്റെ മുഖം മാറും എന്നാണ് അവൻ പറയണേ. എന്റെ മുഖം മാറൂടാ? എങ്ങനെ ആവും മുഖം? കാണിച്ചേ, കാണിക്കടാ. അങ്ങനെ കാണിക്കുമല്ലേ? കഷ്ടപ്പെട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ബോറടിക്കില്ലേ. എനിക്ക് വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങൂലെന്ന് പറയുമ്പോൾ നിന്റെ മുഖം അങ്ങനെ ഇരിക്കും, നിന്റെ മുഖം വേറെ ഇരിക്കും.
ഇവിടെ ഒരു ഗുഹ പോലെ ഹായ് അടിപൊളി സ്ട്രക്ചർ അല്ലേ. അത് നീ പാറ നോക്കിയിട്ട് വെറൈറ്റി പാറ ഞാൻ ചാടിട്ട് അങ്ങോട്ട് അടിപൊളി. ആ മുള്ളു 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 നോക്കി ഇതിന്റെ ഉള്ളിൽ നോക്കി. ഓ അടിപൊളി. അതെ 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 അതെ. ചാടി ഇങ്ങനത്തെ ചെടി കണ്ട അപ്പൊ അതെ മുള്ളച്ചെടിയാണത്. വേറെ ടൈപ്പ് ഇലയുണ്ട്. നീ പൊട്ടനാണോ? നീയാണ് പൊട്ടൻ. എന്നാ പറയാ എന്താണ് നീ പറയുന്നത്? വേറെ ഒരു ടൈപ്പ് ഇലയുണ്ട്, അത് കൊണ്ടുകഴിഞ്ഞാൽ കിടന്ന് ചൊറിയും ഭയങ്കരമായിട്ട്. ആണോ? നിന്റെ ഇത് കൊണ്ടുവരണ്ട? പ്രശ്നം കൊണ്ടുവരുന്നുണ്ട്, അതുകൊണ്ടായ ഇല ഒരിക്കലും ഞാൻ മറക്കില്ല. അപ്പൊ നമ്മള് പറഞ്ഞ കയറ്റത്തിൽ അവിടെ എത്തി. ഇത് തീരുന്നില്ല, ഇത് നേരെ പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ എന്തായാലും ഇനി വേറൊരു ദിവസം കാരണം നമ്മൾ ഓൾറെഡി കുറച്ച് ലേറ്റ് ആണ്. ഹൈക്കിങ് ഞങ്ങൾ പകുതി വഴി നിർത്തിയിട്ട് തിരിച്ചിറങ്ങുവാണ് അല്ലേ അപ്പാ? അതെ. എന്റെ പൊന്നെ, ഇവിടെ വെയിലുള്ളപ്പോ ഒരിക്കലും വരരുത് ഇനി. ഓ ഈ വെയിലില്ലാത്ത ഈ ഒരു അവസ്ഥയായിരുന്നില്ല അല്ലെ? മരങ്ങൾക്കിടയിലൂടെ നടന്നു വെച്ചെങ്കിൽ നമ്മൾ ഇത്രയും തളരില്ലായിരുന്നു. ഇതങ്ങാട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഡ്രോൺ ഉണ്ടായിരുന്നു, നമുക്ക് ഇതിന്റെ അറ്റം എങ്ങനെയാണ് നോക്കാറുണ്ടല്ലേ? ഒരു ഡ്രോൺ ഓർഡർ ചെയ്ത് പോയി ഞാൻ എടുക്കൂടാ. DJI Mini 5 Pro ഇങ്ങടക്ക് നല്ലൊരു അടിപൊളി സ്പോട്ട്. ഇങ്ങടക്ക് ഇറങ്ങുമ്പോൾ നല്ലൊരു കണ്ടോ ഇവിടെയൊക്കെ ചെറിയ ചെറിയ അതാണ് ഞാൻ പറയാൻ പോയത്. പക്ഷെ ടെന്റ് അടിക്കാനുള്ള ഒരു പിച്ച് ഇവിടെ കിട്ടണില്ല. ഭംഗിയുണ്ട്. ഞാനും പറഞ്ഞു പോലെ ഇത് കണ്ടപ്പേ. ഇപ്പോൾ നമ്മളുടെ ഹൈക്കിങ് ഇതേ ഇവിടെ വെച്ച് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് തിരിച്ചിറങ്ങുക കേട്ടോ. രണ്ട് കാര്യങ്ങളുണ്ട്, നമുക്ക് വേറെ സ്ഥലങ്ങളിൽ പോകാനുണ്ട്. അതിൻ്റെ അകത്ത് മെയിൻ കാര്യം ഇവന് താഴെയുള്ള കൂളാലിങ്കോ വാട്ടർഫാളിൽ ഇറങ്ങി കുളിക്കണം, എനിക്കും കുളിക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈം കളയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങുവാണ്. അത് മാത്രമല്ല ഞാനിപ്പോൾ മാപ്പിട്ട് നോക്കി ഇത് എങ്ങോട്ടാണ് ഈ ഒരു വഴി പോകുക എന്നുള്ളത് ഞാൻ നോക്കിയായിരുന്നു. അത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ഞാനിവിടെ ആഡ് ചെയ്യാം കേട്ടോ. വെയിലില്ലാത്ത ദിവസം നമുക്ക് ഒന്നും കൂടി ഇവിടെ വരാട്ടാ. ഇപ്പോൾ ലിയപ്പൻ്റെ അതനുസരിച്ച് വെയിലില്ലാത്ത ദിവസം ഒന്നുകൂടി വരാമെന്നാണ് പറയുന്നത്. കാരണം ഇന്ന് നല്ല സണ്ണി ഡേ ആണ്, നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ലോണം നമ്മൾ ടയേർഡായിട്ടുണ്ട്. അത് മാത്രമല്ല ലിയപ്പ് നമുക്ക് നടന്ന് എത്തത്തില്ല. ഇത് കിടക്കുവാണ്, മലകളോട് മലകൾ ഇങ്ങനെ കണക്ട് ചെയ്ത് ഈ റോഡ് കിടക്കുവാണ്. അപ്പോൾ മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും നല്ലൊരു ക്യാമ്പിംഗ് സ്പോട്ട് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം നമ്മൾ നടന്ന് കയറി ഇറങ്ങി വന്നു. ഈ വഴികളിലൊന്നും അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്യാമ്പിംഗ് സ്പോട്ട് ഞാൻ കണ്ടില്ല കേട്ടോ. അപ്പം നമ്മൾ നേരെ താഴത്തേക്ക് ഇറങ്ങുവാണ്. നമ്മുടെ ആ കൂളാലിങ്കോ വാട്ടർഫാളിൽ പോയി മുങ്ങി കുളിക്കണം. അപ്പോൾ ഇങ്ങോട്ടും നടന്ന് കയറി വരുന്ന വഴിക്ക് ഞാൻ വേറൊരു അടിപൊളിയൊരു ക്യാമ്പ് ചെയ്യാൻ പറ്റുന്ന സ്പോട്ട് കണ്ടു. അത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ കാറ് പാർക്ക് ചെയ്തേക്കുന്ന സ്ഥലമുണ്ട്. അത് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഫൈനലി തിരിച്ച് കാറിന് അവിടെ ചെല്ലുമ്പോൾ കാണിച്ചു തരാം. അവിടെ നിന്ന് കാറിൻ്റെ അവിടെ നിന്ന് നേരെ ഒരു മലയുടെ മുകളിലേക്കുള്ളൊരു സ്പോട്ട് കയറി പോകുന്നുണ്ട്. പക്ഷെ അത് ഇത്രയും നടക്കാനൊന്നുമില്ല കേട്ടോ. അവിടെ അതിൻ്റെ എൻഡെന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു കൊക്ക പോലെയാണ് അപ്പുറത്തേക്ക്. അതായത് നല്ല വ്യൂ ആണ് അവിടെ നിന്ന് അപ്പുറത്തേക്ക്. അവിടെ നമുക്ക് നല്ലൊരു ടെൻ്റൊക്കെ ഇട്ട് നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു വൈബായിരിക്കും. അത് ഞാൻ ഒന്നുകൂടി നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ വന്നത് വെറുതെ ആയില്ല, കാരണം നമുക്ക് നല്ലൊരു ടെൻറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പിച്ച് ഞാൻ ഇപ്പം നിലവിൽ കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം നമ്മൾ അവിടെ എന്തായാലും ടെൻറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു ക്യാമ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ട് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞായിരുന്നു. ഇല്ലേപ്പാ ഇല്ലേ, ഇതാ കാണുന്ന സ്പോട്ട് കണ്ടോ. വീഡിയോയിൽ അത്ര ക്ലിയർ അല്ല, ഞാൻ ഒന്ന് പോയിന്റ് ചെയ്ത് കാണിച്ചത്. ആ കാണുന്ന ഒരു ഏരിയ, ഈ ഒരു ഏരിയ ആണ്. അത് ഞാൻ നമ്മുടെ കാർ പാർക്കിൻ്റെ അവിടെ നിന്ന് നേരെ പോകുന്നൊരു വഴിയുണ്ട് കേട്ടോ. ആ വഴി കൂടെ നടന്ന് കറക്റ്റ് അവിടെ എത്തും. കറക്റ്റ് ഒരു എന്താ പറയുക, ഒരു അങ്ങോട്ടൊരു കൊക്ക പോലെയാണ്. ചെറിയ വലിയൊരു എന്താ പറയുക, ഒരാൾ വീണ് മരിച്ചോളത്തെ കൊക്കയല്ല, ചെറിയൊരു സ്ലോപ്പാണ് അങ്ങോട്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ആ ഒരു വ്യൂ കണ്ടോ നിങ്ങൾ? ഇതാ ഒരു പച്ചപ്പുൽ തകിടി, അതിലേക്കുള്ള ഒരു വ്യൂ ആണ് അവിടെ ഉള്ളത്. സ്പോട്ട് സൂം ചെയ്ത് കാണിച്ചു കേട്ടോ. അതെ, ഇതാണ് ആ ഒരു സ്പോട്ട് കണ്ടോ. അവിടെ നമുക്ക് ടെൻ്റ് അടിച്ച് രാത്രിയൊക്കെ നല്ലൊരു വൈബാക്കാൻ പറ്റും, ടെൻ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അങ്ങോട്ടുള്ളൊരു വ്യൂ, ഇതാണ് ആ ഒരു വ്യൂ എന്ന് പറയുന്നത്. എങ്ങനെയുണ്ടല്ലേ അപ്പാ? അടിപൊളി വ്യൂ അല്ലേ? അപ്പോൾ നമ്മൾ വന്നത് വെറുതെ ഇല്ല, നമുക്ക് ടെൻ്റ് ചെയ്യാൻ പറ്റുന്ന സ്പോട്ട് കണ്ടെത്തുക എന്നുള്ളതാണ് ഉദ്ദേശം കേട്ടോ. വെള്ളത്തിലല്ലേ? വെള്ളത്തിലിറങ്ങാം.
ടെന്റ് എടുക്കണ്ടേ അപ്പൊ നമുക്ക്? പിന്നെ ടെന്റ് എടുക്കണം, പിന്നെ ഉടുപ്പ് പറഞ്ഞത് എടുക്കണം. കാശില്ല പക്ഷെ. അതിന് 52 യൂറോ. 52 യൂറോ ആണ് ഇപ്പൊ കണ്ടേക്കണ മൗണ്ടൻ ടെന്റ്. ടെന്റ് അല്ല ഞാൻ പറഞ്ഞത്, ഉടുപ്പ് പറഞ്ഞത്. ടോയ്ലറ്റ് ടെന്റ്, ഷവർ ടെന്റ് പോലത്തെ സംഭവം. അതെ, അത് മേടിക്കാം. അതിന് 50 യൂറോ ഉള്ളൂ. അതെന്തായാലും വാങ്ങിക്കണം, അത്യാവശ്യമാണ്. പ്രേ ബീച്ചിലൊക്കെ കുളിച്ചിട്ട് വരുമ്പോ വണ്ടിയുടെ പുറത്ത് നിന്ന് ഉടുപ്പ് പറഞ്ഞിട്ട്. ഒരു ടീം ടെന്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൂളാലിംഗ് വാട്ടർഫോളിൻ്റെ ഒരു സൈഡാണത്. അത് അപ്പർ സൈഡിൽ നിന്ന് നമ്മൾ വന്നപ്പോൾ കണ്ടതാണ്. എന്നാലും ഞാൻ ഈ ഒരു സൈഡിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് നമ്മളത് താഴെ നിന്നാണ് ജസ്റ്റ് ഹൈക്ക് സ്റ്റാർട്ട് ചെയ്ത് വന്നത്. ഈ മരങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുള്ള ഒരു ഓർമ്മയുണ്ടാവും. ഓക്കെ, അപ്പോൾ അപ്പുറത്തുനിന്നും നമുക്കത് കാണാൻ പറ്റും കേട്ടോ, ടെൻറ്റ് ചെയ്യുന്ന ഒരു സ്പോട്ട്. അപ്പോൾ ആ ഒരു വാട്ടർഫോളിൻ്റെ സൈഡിൽ നമുക്ക് ഇഷ്ടമുള്ള നല്ലൊരു പിക്സ് നോക്കിയിട്ട് ടെൻറ്റ് ചെയ്യാം. എന്നാലും ഈ ഒരു ടെൻറ്റ് ഞാൻ കാണിച്ചു തരാം. ചിലപ്പോൾ അവരുടെ പ്രൈവസിക്ക് വേണ്ടിയിട്ട് ടെൻറ്റിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല. എന്നാലും ഞാൻ ചുമ്മാ അറിയാത്ത രീതിയിൽ ഒന്ന് അങ്ങോട്ടൊന്ന് വാക്ക് ചെയ്യണം പോയിട്ട് ആ ഒരു സ്പോട്ട് ഞാൻ കാണിച്ചു തരാം. വലിയൊരു ടെൻറ്റ് കണ്ടോ, പച്ച കളറിൽ. അടിപൊളി സ്ഥലത്താണല്ലോ ഒരു ടെന്റ് അടിച്ചേക്കണത്. നല്ല അടിപൊളി സ്പോട്ടായിട്ട് അല്ലേ? ഈ ഒരു ടെന്റ് അല്ല, 1-2 ടെന്റൊക്കെ ഉണ്ട്. ഇല്ലടാ, ഓ അവിടെ ഒരു ടെന്റ് ഉണ്ട്, അവിടെ ഒരു ടെന്റ് ഉണ്ടല്ലേ. അങ്ങോട്ടൊന്ന് പോയിട്ട് വന്നാലാ? എന്തായാലും നമുക്ക് ഇറങ്ങിയിട്ട് വരാം അല്ലേ. ഇവിടെ 3-4 ടെന്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ടെന്റ് അല്ല. അശ്വ അവർക്ക് ഇഷ്ടപ്പെടൂലെന്ന് വീഡിയോ എടുക്കുമ്പോ. ചുമ്മാ നടന്നു നോക്കാം. എന്തായാലും അവിടെ ഒരു ടെന്റ് കാണുന്നുണ്ട്. ഇതൊക്കെ നല്ല അടിപൊളി ടെന്റ് സ്പോട്ടുകളാട്ടോ. എന്തായാലും വീക്കെൻഡ് വരാതിരിക്കാം, വീക്ക് ഡേയ്സ് വന്നു കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. അങ്ങോട്ട് പോണോ? എന്തായാലും ഇങ്ങോട്ട് ഇറങ്ങി നന്നായി. ഇവിടെ അത്യാവശ്യം ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഇട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അടിപൊളി. ഈ ഒരു സ്ഥലം നമ്മ ഇതുവരെ കണ്ടിട്ടില്ലേ അപ്പാ? എടീ, ഈ ഒരു സ്ഥലം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലടാ. ഇതിലൂടെ നമ്മൾ പോയിട്ടില്ല. ഇതിലൂടെ നമ്മൾ നടന്നു വന്നത് ഇപ്പോഴും ആണോ? അല്ലേ? അതിൽ കൂടെയൊക്കെ കേറിപ്പോവും നമ്മൾ. അങ്ങോട്ടൊക്കെ ബാക്കില് അതിൽ കൂടെ കേറിപ്പോവും. ഇല്ല, ഈ വഴി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഉണ്ടല്ലോ. ഇല്ലേ? ഇല്ല. ഓ, ഇത് കൊള്ളാട്ടോ ഈ ഒരു സ്ഥലം. ശരിക്കും ഇതാണ് കൂളാലങ്കോ മെയിൻ വാട്ടർഫോളിലേക്ക് പോകുന്ന ഒരു റൂട്ട് കേട്ടോ. പക്ഷെ ഇവിടെ ഇങ്ങനെ ടെന്റ് ഇട്ട് കഴിഞ്ഞാൽ വൈബ് ഉണ്ടാവുമെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളിത് തന്നെ അവിടെ നിന്നാണ് എപ്പോഴും നടന്നു വരാറുള്ളത്. നമ്മുടെ കാറ് ഇവിടെ തന്നെ എടുക്കണം. നമുക്ക് ഇതിലൂടെ അവിടെ കയറിയാലോ? അതല്ലേ എളുപ്പം, അത്ര നടക്കണ്ടല്ലോ. നമ്മള് കഷ്ടപ്പെട്ട് അതിൽ കൂടി ചുറ്റി നടന്നു വന്നാനേ. നമുക്ക് ഇനി കുളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സ് എടുക്കണ്ടേ? ഇതിൽ കൂടി പോയായിരുന്നോ? ഇവിടെ മുകളിലേക്ക് കയറാനുള്ള വഴിയുള്ള നമ്മൾ ഈ വഴി ഇതുവരെ കയറി വന്നിട്ടില്ലടാ. ആണോ? ഞാൻ വിചാരിച്ച അവിടെ കാടായിരിക്കും. ഇല്ല, വാ. അവിടെ നോക്കിയപ്പോ കാടായിരിക്കും വിചാരിച്ചു. ഇല്ല, നമ്മൾ ഈ വഴി പോകുമ്പോ കണ്ടായിരുന്നു. ആ ടെന്റും കണ്ടില്ല അവിടത്തെ. നമ്മുടെ കാറിട്ടേക്കണ അവിടെ അല്ലേ, അങ്ങോട്ട് പോവാ. ഞാൻ ഇവിടെ പോരെ. ചിക്കൻ ഗോജോൺ സാൻഡ്വിച്ച്. ഇപ്പോൾ നമ്മളുടെ ഹൈക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് താഴ്ത്തിറങ്ങി നമ്മൾ ആ ഒരു വാട്ടർഫോളിൻ്റെ ആ ഒരു തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് വാങ്ങിച്ചൊരു സാൻഡ്വിച്ച് ഇപ്പോൾ കഴിക്കാൻ പോകാം കേട്ടോ. ഇതും എൻ്റെ ഫേവറേറ്റ് സാൻഡ്വിച്ചാണ് ആൾഡിയിൽ ഇതുപോലത്തെ ഫുഡുകളെല്ലാം നല്ല അടിപൊളി ടേസ്റ്റാണ്. ലിഡിലിനെക്കാളും ടെസ്കോനെക്കാളും ഡൺസിനെക്കാളും ഒക്കെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ടേസ്റ്റ്. അതെ, നൂഡിൽസ് നമ്മൾ ഉച്ച കഴിച്ച നൂഡിൽസും അടിപൊളിയായിരുന്നു.
ഈ ഒരു സാൻഡ്വിച്ചും നല്ല അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ അവിടുത്തെ ഗ്രിൽഡ് ചിക്കൻ അങ്ങനെയുള്ള കുറേ സ്പൈസി ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് സ്പൈസി ഉള്ളൂ, എന്നാലും നമ്മളുടെ ഒരു ഇന്ത്യൻ ഫ്ലേവറായിട്ട് കുറച്ചൊക്കെ മാച്ച് ചെയ്തിട്ടുള്ള ഒരു ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എന്താ നമുക്കിത് കഴിക്കാം. എപ്പോൾ പൊട്ടിക്കാം. ടേസ്റ്റാണ്. ഇപ്പോഴത്തെ ടേസ്റ്റിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. കാരണം ഞങ്ങൾ നല്ല ടയേർഡാണ്, നല്ല വിശപ്പുണ്ട്. അടിപൊളി. അതെ, നല്ല തണുത്ത വെള്ളത്തിൽ ഇന്നലെ ഉച്ചക്കത്തെ ഫുഡും വൈകുന്നേരത്തെ ഈ ഒരു ഈവനിങ് മീലും കൂടി നമുക്ക് ആകെ 10 യൂറോ ചിലവായുള്ളൂ. രണ്ട് പേർക്കെന്ന് പറഞ്ഞേ. പിന്നെ രാത്രി ചിക്കൻ ഗ്രില്ലുണ്ട്. ചിക്കൻ മേടിക്കാൻ പറ്റുന്നറിയാൻ ചിക്കൻ വാങ്ങിക്കാൻ മറന്നുപോയി. ഗ്രില്ല് ചെയ്യാനുള്ള മീൻ പിടിച്ചിട്ട് ഗ്രില്ല് ചെയ്താലോ? ചൂണ്ടയില്ല. ഇങ്ങനത്തെ ചീസൊക്കെ ഉണ്ട്. എന്റെ ജ്യൂസ് വേറെ. ഈ ഒരു ജ്യൂസ് പൊതുവേ ഇവിടെ അയർലൻഡിലെ കാലാവസ്ഥയിൽ എനിക്കിട്ടോ, ഞാൻ വന്നിട്ട് വെള്ളം കൂടി വളരെ കുറവായിരുന്നു. എനിക്ക് വെള്ളം ഞാൻ അങ്ങനെ കുടിക്കാറില്ല. അപ്പോൾ വെള്ളം കുടിച്ചില്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് വരും ഫ്യൂച്ചറിൽ. 2 വർഷമായി ഞാനിവിടെ വന്നിട്ട് അങ്ങനെ വെള്ളം കൂടിയൊക്കെ ഭയങ്കര കുറവാണ്. കാരണം ഇവിടുത്തെ ക്ലൈമറ്റിൽ ഇപ്പോഴല്ലേ ഇത്രയും ചൂട്, ഇവിടുത്തെ ക്ലൈമറ്റിൽ നമുക്ക് വെള്ളം കുടിക്കാൻ തോന്നില്ല എന്ന്. അതാണ് മെയിൻ ഒരു പ്രശ്നം. അപ്പോൾ അങ്ങനെ കണ്ടെത്തിയൊരു മാർഗ്ഗമാണ് നമ്മുടെ ഇത് ലിഡിലിൽ നിന്ന് വാങ്ങിച്ച ജ്യൂസായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന. നമുക്ക് വെള്ളത്തിലൊക്കെ മിക്സ് ചെയ്ത് കഴിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമോ? ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഫ്ലേവർ എന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ ഓറഞ്ച് എന്നുള്ള ഫ്ലേവറാണ്. അത് നല്ല അടിപൊളിയാട്ടോ. അതുപോലെ വെള്ളം കുടിക്കാൻ മടിയുള്ളവർക്കൊക്കെ ഈ ഒരു ജ്യൂസ് വാങ്ങി വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിച്ചു നോക്കുക. നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ തോന്നും. എന്താ വെച്ചാൽ ഇവിടുത്തെ ക്ലൈമറ്റിൽ നമുക്ക് ദാഹമൊന്നും അങ്ങനെ വരില്ല, ശരീരത്തിൽ ജലാംശം ഉണ്ടാകത്തില്ല. അതാണ് കിഡ്നി കാര്യങ്ങളൊക്കെ അടിച്ചു പോകാനായിട്ട് വളരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ എല്ലാവരും വെള്ളം കുടിക്കുക. ചൂടത്തിടന്ന് ചീത്തയുണ്ടാവൂലേ? ഇല്ലല്ല, കുടിച്ചു. നല്ലത്. നല്ലത്. കയ്പൊന്നുമില്ല. എന്നാലും ഇത് ഐസ്ഡ് കോഫി കാപ്പിച്ചിനോയാണ്. ഇത് തണുത്ത് തന്നെ കുടിക്കണം. ഇത് ഞങ്ങള് അൽഡിന്ന് വാങ്ങിച്ചെങ്കിലും കുടിക്കാൻ ഞങ്ങൾ വിട്ടുപോയി, പിന്നെ കുടിക്കാന്ന് വെച്ചിരുന്നു. ഇപ്പോൾ സാധാരണ ഒരു വെള്ളത്തിന്റെ ഒരു ഫീലാണ്, പക്ഷെ നല്ല അടിപൊളി ഫ്ലേവർ ആട്ടോ. അതെ. ഓഫ് ചെയ്തോ? കാറിന്റെ ഉള്ളിൽ നിറച്ച് പ്രാണിയായിരിക്കും, നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. ഇതേ വന്നിട്ടുണ്ട്, അവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ട്. ഓഫി എത്ര വേണം? 2 എണ്ണം പോരെ? എനിക്ക് 2, നിനക്ക് 2. അങ്ങനെയാണോ? ഇത് കണ്ടാ, ഇത് ഡെക്കാത്തിന്റെ ഉള്ളിൽ ഞങ്ങള് എന്തോ ആവശ്യത്തിന് പോയപ്പോ അല്ലേ, ഇവരെ സൈക്കിൾ നോക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് കണ്ടതാണ്. നല്ല അടിപൊളി ക്യാമ്പിങ്ങിനൊക്കെ കൊണ്ടുപോകാൻ പറ്റും നല്ല അടിപൊളി കോഫി മഗ്ഗാണ്. നമ്മുടെ കപ്പ് നൂഡിൽസ് ഒക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ.